രജനിയുടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. തലൈവർ താ. ഏതൊരു വില്ലനക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ല. ഇന്റർവെല്ലിന് മുമ്പ് ഒരു വില്ലനക്ക് ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് ബീജിയം പൊളിച്ച് ഓൾ ത്രൂ അമേസിംഗ്. അയ്യോ, സൗബിന് ഗംഭീര ക്യാരക്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഞാൻ വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഡ്രോപ്പ് ആവും. അതിങ്ങനെ ഇങ്ങനെ നിന്ന് പോകുന്ന ഒരു സാധനം. വിചാരിച്ച പോലത്തെ ഒരു വൈബിലല്ല വന്നത്, പക്ഷെ കിടിലായിരുന്നു. നമുക്കറിയാം, നമുക്ക് പടമേ വേണമെങ്കിൽ സൗബിൻ വഴിയാണ് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ജയിലർ വെച്ച് നോക്കല്ലേ, അതൊക്കെ മേലാണ് ചെയ്ത് വെച്ച് വേറെ ടൈപ്പിലായി. ஸ்டைல் இருக்கு, காமெடி இருக்கு, ഇമോഷൻ, ഫാമിലി ഇമോഷൻസ് இருக்கு, എല്ലാം இருக்கு. കൂലി പടത്തോടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ, ഒരുപാട് ലാംഗ്വേജിലുള്ള സൂപ്പർ സ്റ്റാർസ് ഇതിനകത്തുണ്ട്. സ്റ്റാർ കാസ്റ്റിംഗ് പറയുമ്പോൾ ഒരു സ്റ്റാർ കാസ്റ്റ് വരുമ്പോൾ അമേരിക്കനൊക്കെ വരുമ്പോൾ എക്സലന്റ് കാസ്റ്റിംഗ്, വളരെ നല്ല ക്വസ്റ്റ്യൻ ക്ലൈമാക്സ് ഇതില്. കൂടാതെ ഡയറക്ടർ ലോകേഷ് ഒരു കാര്യം പറഞ്ഞിരുന്നു, സത്യം തന്നെയാണ്. ഇന്ത്യയിലൊക്കെ എല്ലാവരും എത്തിപ്പോയി. അതിന് ബഹുമാനം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പടത്തോടെ വില്ലൻ സൗബിൻ എക്സ്ട്രാഡിനറി റോൾ. ഇങ്ങനെ ഒരു റോൾ കിട്ടിയത് സൗബിൻ കിട്ടിയത് ഒന്ന് ദൈവത്തോടെ ഏറ്റവും വലിയ ഒരു നന്ദി പറയും. കാരണം അതും ഒരു തമിഴ് ഫിലിം ഇത്രയും വലിയ ഒരു ബഡ്ജറ്റിൽ ടോപ്പ് മോസ്റ്റ് ഡയറക്ടർ സൂപ്പർ സ്റ്റാർ രജനികാന്ത് സാർ പടത്തിൽ ഒരു മോണിക്ക സാങ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സാങ് വരുന്നുണ്ട്. സാങ്, ഫൈറ്റ്, ക്ലൈമാക്സ് വരെ ഒരു സൂപ്പർ റോളായിരുന്നു സൗബിനുടെ ക്യാരക്ടർ. എല്ലാ ക്യാരക്ടേഴ്സും നല്ലതായിരുന്നു. ഇറ്റ്സ് എ ടോട്ടൽ എൻ്റർടൈനർ. എല്ലാവർക്കും നന്നായി എൻജോയ് ചെയ്തു. രജനിയുടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. തലൈവർ താ. പിന്നെ എല്ലാ മൂഡും ഉണ്ട് പടത്തില്. ലൈക്ക് അനിരുദ്ധിന്റെ മ്യൂസിക് പൊളിച്ചു, സ്റ്റൈൽ இருக்கு, കോമഡി இருக்கு, ഇമോഷൻ, ഫാമിലി ഇമോഷൻസ് இருக்கு, എല്ലാം ഇருக்கு. സൗബിൻ ആക്ച്വലി നമ്മള് വന്നപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ വിചാരിച്ചേ, പക്ഷേ ത്രൂ ഔട്ട് സൗബിൻ വാണു. സോ വി ആർ പ്രൗഡ് ഓഫ് ഹിം. ക്യാമിയോസ് ഒക്കെ ആ സമയത്ത് എന്താ പറയാ, ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ഒരു ആമിർ ഖാനൊക്കെ വന്നപ്പോൾ അത് വേറെ ലെവല്. എല്ലാ ഫോർമുലയും അതിനകത്തുണ്ട്. ഒരു ജയിലർ പോലത്തെ പാക്കേജ് അല്ല. എനിക്കത് ഫീൽ ചെയ്ത് കൂടുതലൊരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. പക്ഷെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഒരു തട്ടുപൊളിപ്പൻ ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല എൻഗേജിങ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ മുഹൂർത്തങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ രജനി സാർ പടത്തിൽ പ്രതീക്ഷിക്കുന്ന കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയത് സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് എൻഡാണ്. പക്ഷേ ആസ് ഐ സെഡ്, ലോകേഷ് സ്റ്റൈലുള്ള ഒരു സാധനങ്ങളാണ് കൂടുതൽ. ഒരു ജയിലർ സ്റ്റൈൽ അല്ല, ഈ പറഞ്ഞ പോലെ ഒരു വെസ്റ്റേൺ എലമെന്റ് സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ എനിക്ക് പടം വർക്കായി. അത് നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ച് സ്പേസേ ഉള്ളൂ, പക്ഷെ ഉള്ള സ്പേസിൽ എനിക്ക് അദ്ദേഹത്തിന് യൂസ് ചെയ്ത രീതി ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കുസൃതിയിരുന്ന ചിരിയും അദ്ദേഹത്തിൻ്റെ സ്വാഗും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നിയത്. മ്യൂസിക് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി എനിക്ക്. പക്ഷേ ഇപ്പോൾ ജയിലറിലൊക്കെയാണ് ഞാൻ കൂടുതൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്, എസ്പെഷ്യലി ഇന്റർവെൽ ബഡ്ജിലൊക്കെ ഉള്ള സാധനം കൂടുതൽ. ഇതിലെനിക്ക് അങ്ങനെ ഒരു ഇടയ്ക്ക് അദ്ദേഹം ഒരു ക്ലാസിക്കൽ ഇമോഷൻസ് ഒക്കെ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ആക്ഷൻ ഏരിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു രസമുള്ള ട്രീറ്റ്മെൻ്റ് ആയി തോന്നിയിട്ട്. ബട്ട് അതർവൈസ് അങ്ങനെ ഒരുപാട് എനിക്ക് ആയിട്ട് തോന്നിയില്ല. ബട്ട് ടോട്ടൽ പാക്കേജ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അയ്യോ, സൗബിന് ഗംഭീര ക്യാരക്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഞാൻ വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഡ്രോപ്പ് ആവും. അതിങ്ങനെ നിന്ന് പോകുന്ന ഒരു സാധനം. അത് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സ്പോയിലർ ആവാനും പാടില്ല. ബട്ട് ഗംഭീര പരിപാടി. സൗബിന് നല്ലൊരു സാധനമായിട്ട് അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. ഇൻ ടോട്ടൽ എനിക്ക് ടോട്ടാലിറ്റി ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ നമ്മൾ ജയിലർ പ്രതീക്ഷിച്ച് വരരുത്, ബട്ട് ഒരു ഗാങ്സ്റ്റർ ഫിലിം വിച്ച് ഇസ് എന്താ പറയുക, ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ്, കുറേ എലമെന്റ്സ്, ലേയേഴ്സ് ഒക്കെ ആയിട്ട് സെക്കൻഡ് ഹാഫിലാണ് അവർ പുൾ ഓഫ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് ബീജിയം പൊളിച്ച് ഓൾ ത്രൂ അമേസിംഗ്. ആ ലോകേഷ് പടം ഇന്റർവെല്ലിന് മുമ്പ് ചെറിയ ലാഗ് ഫീൽ ചെയ്ത്, ബട്ട് സെക്കൻഡ് ഹാഫ് എല്ലാത്തിനും കവറപ്പ് ചെയ്തു. ഓൾ പ്രിറ്റി ഗുഡ് പെർഫോമൻസ്. താങ്ക് യു. ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി കുറെ നാളിന് ശേഷം ഇത്ര ഓളമുള്ള ഒരു ഫുൾ പെർഫോമൻസ് മൂവി. ബീജിയം ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സ്റ്റോറിയെക്കാളും അനിരുദ്ധിന്റെ ബീജിയം ഭയങ്കര നന്നായിട്ടുണ്ട്. നാഗാർജുനെയും ഉപേന്ദ്രയും ഒക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു.
ഉപേന്ദ്രയുടെ BGM ഭയങ്കര ഇഷ്ടമായി. അവർക്ക് കിടിലനായിരുന്നു. വിചാരിച്ച പോലത്തെ ഒരു വൈബിലല്ല വന്നത്, പക്ഷെ കിടിലനായിരുന്നു. അത്രയും പ്രായമായിട്ടും ഇത്രയും BGM പുള്ളിക്കാരന് പുള്ളോൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ അതുകൂടാണ്ട് BGMs ആണ് ദ ഗ്രേറ്റസ്റ്റ് ടേക്ക് അവേ എന്ന് തോന്നുന്നു. അനിരുദ്ധിന്റെ പവറാണല്ലോ BGMs ഒക്കെ. BGMs സെറ്റ് ഓരോ ആക്ടേഴ്സിനും പുള്ളിക്കാരൻ എഫേർട്ട് എടുത്തന്നെ BGM ഇട്ടിട്ടുണ്ട്. സൗബിൻ അടിപൊളിയായിരുന്നു. സൗബിൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കൂട്ട് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് പടമേ വേണമെങ്കിൽ സൗബിൻ വഴിയാണ് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും വലിയൊരു റോളുണ്ട് സൗബിൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല സൗബിൻ അത്ര. അപ്പോൾ മ്യൂസിക് വർക്കൗട്ടായി. ഈ പാട്ട് മോണിക്ക പാട്ടൊക്കെ വർക്കൗട്ടായി. ലോകേഷിന്റെ നല്ലൊരു സിനിമ. വിക്രം എന്നുള്ള രീതിയിലൊന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ രജനീകാന്തിന് വേണ്ടി ലോകേഷ് എടുത്തൊരു പടം എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ലോകേഷിന്റെ മറ്റൊരു നല്ലൊരു വിജയ ചിത്രമാണ്. ലോകേഷും രജനീകാന്തും കൂടെ ഒന്നിച്ചപ്പോൾ നല്ലൊരു പടം കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയാം. സൗബിൻ മലയാള സിനിമയിൽ നമ്മൾ അഭിമാനമാണ്. രക്ഷയില്ല, ഇത്രയും വലിയ താരനിരയിൽ മേളിൽ പോയി സൗബിൻ. ഒരു രക്ഷയില്ല. ആ പടത്തിൽ സൗബിൻ പക്ക ഫാൻ. ഒരു രക്ഷയില്ല. മാസീനാണ്. പിന്നെ രജനിയൊക്കെ ലോകേഷ് കരാരായി അതും നമ്മൾ ഇതുവരെ കണ്ട ജയിലർ വെച്ച് നോക്കല്ലേ, അതൊക്കെ മേലാണ് ചെയ്ത് വെച്ച് വേറെ ടൈപ്പിലായി. അടിപൊളി സമയം, അടിപൊളി ഫൈറ്റ്. പിന്നെ ഏതൊരു വില്ലനക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ല. ഇന്റർവെല്ലിന് മുമ്പ് ഒരു വില്ലനക്ക് ഞാൻ കണ്ടിട്ടില്ല. ആ ട്വിസ്റ്റ് പറയാൻ പാടില്ല, പറഞ്ഞാൽ അതിൻ്റെ രസം ഉണ്ടാവില്ല. ഞാൻ ഇതുവരെ കണ്ട സിനിമയിൽ ഇങ്ങനെ ഒരു വില്ലനക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടില്ല. സൗബിൻ ഇസ് ബ്ലെസ്ഡ് ആക്ച്വലി. അടിപൊളിയാണ്, പറയേണ്ട ആവശ്യമുണ്ടോ? നമ്പർ 1. ഇപ്പോൾ നമുക്ക് എത്രയോ മേഖലയുണ്ട്, എത്രയോ ഫീൽഡിലുണ്ട്. എല്ലാവർക്കും നമ്പർ 1 പൊസിഷൻ പറയുന്നത് ഒരു കാലഘട്ടം മാത്രമേ ഉള്ളൂ. അത്ലീറ്റ് ആയാലും ശരി, ഏത് ഫീൽഡായാലും ശരി, ഒരു കാലഘട്ടം. പക്ഷെ രജനി സാർക്ക് മാത്രം ആ കാലഘട്ടം ഇല്ല. 50 years നമ്പർ 1. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലെല്ലാവരും ബഹുമാനം തോന്നും. രജനി സാർ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ഇത്രയും വലിയ ബഡ്ജറ്റിൽ കുറേ മലയാളികൾ അഭിനയിച്ചിട്ടുണ്ട് ഈ തമിഴ് പടത്തിൽ. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? എത്ര മലയാളം ആർട്ടിസ്റ്റ്. അടിപൊളി. അനിരുദ്ധ് പറയേണ്ട ആവശ്യമില്ല. അനിരുദ്ധ് രജനി സാറുടെ റിലേറ്റീവ് ആണ്. അതിനേക്കാളും ഏറ്റവും വലിയ ഫാനാണ് അനിരുദ്ധ്. ഞാനും ഇവിടെ വന്നത് ഒരു ആക്ടറായിട്ടല്ല വന്നത്. ഐ എം ദി ഗ്രേറ്റസ്റ്റ് ഫാൻ ഓഫ് രജനികാന്ത് സാർ.